ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ ഇതാ എൻ്റെ ഗസ്റ്റുകൾ ഞാൻ അടുക്കള വാതിൽ തുറക്കുമ്പോൾ അവിടെ തന്നെ കാണും കേട്ടോ. എനിക്ക് രാവിലത്തെ കൂട്ട് അവരാണ്. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആ കാഴ്ച, എൻ്റെ കാഴ്ച, ആദ്യത്തെ കാഴ്ച അവർ അമ്മയും മോളുമാണ് എപ്പോഴും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥിരം രാവിലെ എന്നത്തെ പോലെ തന്നെ ചോറും കറികളും ഒക്കെ ഉണ്ടാക്കലായിരുന്നു. അപ്പോൾ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം എടുക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ പക്കോട, അവിയൽ, പിന്നെ കാബേജ് മെഴുക്ക് പുരട്ടാന്ന് വിചാരിച്ച് അത് എടുത്തിട്ടുണ്ട്. പിന്നെ സാലഡ്, അച്ചാർ, ഇത്രയൊക്കെ തന്നെയായിരുന്നു. പിന്നെ അവിയലിനുള്ള അരവ് ഞാൻ അരച്ചെടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് തോരത്തിലുള്ളത് നമ്മുടെ ക്യാബേജ് തോരനല്ല, ഞാൻ തേങ്ങയൊക്കെ ഇട്ട് തോരത്തിന് പോലെ അരച്ചില്ല, മെഴുക്ക് പുരട്ടിയിട്ട് പിന്നെ അതിൽ തേങ്ങ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് എടുത്തു കേട്ടോ. അതിന് തോരനെന്നോ മെഴുക്ക് പുരട്ടിയെന്നോ എന്തോടോ പറയാം. പിന്നെ അത് കഴിഞ്ഞ് ക്യാരറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കി, ക്യാരറ്റും ബീൻസും കൂടെ. അതാ നമ്മുടെ ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്. പ്രമോദന് മാത്രം ചോറ് കെട്ടിയാൽ മതി, പിള്ളേർക്കെന്നൊക്കെ വെക്കേഷനല്ലേ. അത് കഴിഞ്ഞ് ഉപ്പുമാവ് പഴമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നമുക്ക് ക്ലീനിങ് ആണ്. കാരണം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണമെന്ന് വിചാരിച്ചു കേട്ടോ. വിഷു വരുന്നില്ലേ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റൂമുകളിൽ സ്ഥാനങ്ങൾ മാറ്റി കൊടുക്കും. ഓരോന്നിൻ്റെയും കിടക്കണേൻ്റെയും ബെഡ്, പിന്നെ അലമാര, എല്ലാത്തിനും ഓരോ സ്ഥാനം ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ റൂമൊക്കെ. കാരണം ഇടയ്ക്ക് നമ്മുടെ റൂം ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖമല്ലേ. അപ്പോൾ ഞാൻ എല്ലാവരും റൂമും 3 പേരെ റൂമും ഒന്ന് മാറ്റിയും തിരിച്ചും മറിച്ചുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാ എൻ്റെ 2 മക്കളും ഇന്നും ഉണ്ട് എൻ്റെ കൂടെ ക്ലീനിങ്ങിന്. അതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. പിന്നെ മെത്തയും സെറ്റിയും പില്ലോയും എല്ലാം വെയിലത്തോട്ട്, നല്ല വെയിലുണ്ട്. അപ്പോൾ എല്ലാം വെയിലത്താക്കിയിട്ടുണ്ട്. 2 പേരും കൂടെ ഇതാ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽപ്പുണ്ട്. അപ്പോൾ കർട്ടനും എല്ലാം നമ്മൾ എടുത്ത് മാറ്റാനും ഫാനും ഒക്കെ തുടയ്ക്കാനുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ വീഡിയോഗ്രാഫർ ദേവുവാണ് കേട്ടോ. ഞാൻ സ്ലോ മോഷനിലൊക്കെ ദേവ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ദേവ് എടുത്തതെന്ന് കേട്ടോ. ഇത് ഞാൻ വീഡിയോ ചെക്ക് ചെയ്തപ്പോഴാണ് സ്ലോ മോഷനിലൊക്കെ എടുത്തിരിക്കുന്നത് കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവ് ആ മെത്തയൊക്കെ ഞാൻ വാരിക്കൊണ്ടിട്ടപ്പോഴേ 2 പേരും കൂടെ പിന്നെ ആ മെത്തയിൽ കിടന്ന് ചാട്ടവും ഓട്ടവും ബഹളമായിരുന്നു. വെക്കേഷൻ അവരെ അടിച്ച് പൊളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിള്ളേരുണ്ടെങ്കിൽ നമുക്കൊരു ഉത്സാഹമാണ്, ഒരു ഉത്സവ പ്രതീതി വരും. സത്യത്തിൽ എനിക്കുണ്ട് കേട്ടോ പിള്ളേർ 2 കൂടെ. പിന്നെ അടിയുണ്ട് അതിൻ്റെ ഇടയിൽ. 2 പേരും കൂടെ നന്നായിട്ട് കുസൃതി ചെയ്യാറുണ്ട്, ബഹളം വയ്ക്കാറുണ്ട്. പിന്നെ ഞാൻ കുറേ കിടന്നിങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ നിർത്തും. പിന്നെ ഇതാ ശ്രീതു അവിടുത്തെ ഫാന് ഞാൻ തുടയ്ക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സെറ്റുകളെല്ലാം ഇളക്കി അതിൻ്റെ കുഷനൊക്കെ നമ്മൾ പുറത്തിട്ടിട്ടുണ്ട്. കാരണം വെയിലടിച്ച് ഒന്ന് ഉണങ്ങി അതിൻ്റെ പൊടിയൊക്കെ മാറി കിട്ടും. അപ്പോഴേക്ക് സമയം 1 ആവാറായേ. പിന്നെ ഞാനും മക്കൾ കൂടെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു, എന്നിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു വിശേഷം.